സുഹൃത്തിന്റെ ചതിയെക്കുറിച്ചാണ് പോയ വാരം ചർച്ച ചെയ്തത്. പകരച്ചുങ്കത്തിൽ ഇന്ത്യയുമായി 5 വട്ടം ചർച്ച നടത്തിയിട്ടും വഴങ്ങാൻ തയ്യാറാകാത്ത ട്രംപ് ചുങ്കം ചുമത്തി തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചത് ഓഗസ്റ്റ് 1-നായിരുന്നു. വഴങ്ങില്ലെന്ന് കട്ടായം കെട്ടി നിന്നിടത്തു നിന്ന് പതിവ് പോലെ വീണ്ടും മലക്കം പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ്. വ്യാപാര ചർച്ചകൾ നടക്കുകയല്ലേ, എന്നാൽ പിന്നെ ഒരാഴ്ച കൂടി നോക്കാം എന്നായിട്ടുണ്ട് ഇപ്പോൾ നിലപാട്. പകരച്ചുങ്കത്തിൽ തീരുമാനം ഇനി ഓഗസ്റ്റ് 7-നുള്ളിൽ ഉണ്ടാകും. ഇന്ത്യ ഉൾപ്പെടെ 1 ഡസൻ രാജ്യങ്ങൾക്ക് വരുന്ന വാരം നിർണായക ചർച്ചകളുടേതാണ്. ചുങ്കയുദ്ധത്തിന്റെ വിശദമായ ഏടുകളിലേക്ക്, ഭൂലോകത്തിലേക്ക് സ്വാഗതം. 25% താരിഫാണ് ഇന്ത്യക്ക് മുകളിൽ ചുമത്തിയിട്ടുള്ളത്. ഓരോ രാജ്യങ്ങൾക്കും ഓരോ തരമാണ് നിരക്ക്. ഇന്ത്യ നിങ്ങളുടെ ഉറ്റ സുഹൃത്തല്ലേ, ഇത്ര വലിയ തീരുവ വേണോ എന്ന് ചോദിച്ചാൽ സൗഹൃദം വേറെ, വ്യാപാരം വേറെ എന്നതാണ് ട്രംപിന്റെ ഭാഷ്യം. ആത്യന്തികമായി അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആണല്ലോ. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. അതുകൊണ്ട് പകരത്തിന് പകരം എന്ന് തറപ്പിച്ചു പറയുന്നു ട്രംപ്. 5ാം വട്ട ചർച്ചയും എങ്ങും എത്തിയില്ല. വ്യാപാര കരാറിൽ വിശദ ചർച്ചകൾക്ക് ഇനി US സംഘം ഉടൻ വരുന്നുണ്ട്. പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? അല്ലെങ്കിലും ഈ പകരച്ചുങ്കത്തെ ഇന്ത്യ ഇത്ര കണ്ട് ഭയക്കേണ്ടതുണ്ടോ? കാര്യമായ പ്രതിസന്ധി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കില്ലെന്നാണ് കേന്ദ്ര സർക്കാരും വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നതെങ്കിലും ഇന്ത്യയുടെ കയറ്റുമതിയുടെ 18% പോകുന്നത് അമേരിക്കയിലേക്കാണ്. അപ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ വില ഉയരുന്നതോടെ ഇന്ത്യൻ വ്യവസായികളെയും സംരംഭകരെയും കർഷകരെയും ഇത് ബാധിക്കുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സ്മാർട്ട് ഫോൺ, ഇലക്ട്രോണിക്സ്, തുണിത്തരങ്ങൾ, മരുന്നുകൾ, ആഭരണങ്ങൾ, രത്നം, മുത്തുകൾ, സുഗന്ധവ്യഞ്ജനം, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ലോഹങ്ങൾ, വാഹനഭാഗങ്ങൾ, കരകൗശല വസ്തുക്കൾ, സമുദ്രോൽപ്പന്നങ്ങൾ തുടങ്ങിയവയെല്ലാം ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ആപ്പിളിന്റെയും ആൻഡ്രോയിഡ് ഫോണിന്റെയും വലിയ ഉൽപാദന കേന്ദ്രമായി ഇന്ത്യ മാറുന്നതിനിടെയാണ് ഈ തിരിച്ചടി. ആപ്പിൾ പോലുള്ള പ്രമുഖ കമ്പനികൾക്കും ഇത് ക്ഷീണമുണ്ടാക്കുമെന്ന് സാരം. വരാൻ പോകുന്ന പുതിയ ആപ്പിൾ സീരീസിന് വരെ വില കൂടും. അമേരിക്കയുമായുള്ള വ്യാപാര കരാർ ചർച്ചകൾ എങ്ങും എത്താത്തതിന്റെ കാരണം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കീറാമുട്ടിയായി നിൽക്കുന്നതാണ്. അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണി ലഭിക്കണമെന്നതാണ് അമേരിക്കയുടെ ആവശ്യം. പക്ഷേ ഇത് രാജ്യത്തെ കർഷകരെയും സംരംഭകരെയും ബാധിക്കുമെന്നതിനാൽ വഴങ്ങിക്കൊടുക്കാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല. വ്യാപാര കരാർ നടപ്പാക്കേണ്ടതുണ്ടെങ്കിലും കർഷകരുടെ താൽപര്യങ്ങൾക്ക് അങ്ങേയറ്റം പ്രാധാന്യം നൽകുമെന്നാണ് കേന്ദ്രം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ സാമ്പത്തിക വർഷം 6.5% വളർച്ചയാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ട്രംപിന്റെ 25% താരിഫ് നിലവിൽ വന്നാൽ ഈ വളർച്ചയിൽ 50 മുതൽ 60 ബേസിസ് പോയിന്റിന്റെ കുറവുണ്ടാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അതായത് ഇന്ത്യയുടെ GDP വളർച്ച 6.1%ലേക്കും ചിലപ്പോൾ 6% എന്ന നിരക്കിന് താഴെയായി 5.87% വരെ എത്താൻ സാധ്യതയുമുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ കാര്യമായ ഇടിവുണ്ടാകില്ലെന്നാണ് കേന്ദ്ര വൃത്തങ്ങൾ പറയുന്നത്. ഇന്ത്യക്ക് അമേരിക്കൻ വിപണി നഷ്ടമായാലും യൂറോപ്യൻ വിപണി ഉണ്ടെന്നത് ആശങ്കയുടെ ആക്കം ചെറുതല്ലാതെ കുറയ്ക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായുള്ള നിർണായക വ്യാപാര കരാർ ദിവസങ്ങൾക്ക് മുൻപാണ് യാഥാർത്ഥ്യമായത്. UK-യുമായും കരാർ പൂർത്തിയായി കഴിഞ്ഞു. ലാറ്റിൻ അമേരിക്ക മുതൽ ആഫ്രിക്ക വരെ വിപണി കണ്ടെത്താനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുമുണ്ട്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള ഉയർന്ന തീരുവയ്ക്ക് പകരച്ചുങ്കമാണ് ഇന്ത്യക്ക് നൽകുന്ന തിരിച്ചടിയെങ്കിൽ ട്രംപിന്റെ ഭീഷണിയെ മറികടന്ന് റഷ്യയുമായുള്ള വ്യാപാര ബന്ധം തുടരുന്നതിൽ അതിലേറെ രോഷമുള്ള ട്രംപ് ഇന്ത്യക്ക് മേൽ പിഴ ചുമത്തുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. 100% എന്നായിരുന്നു നേരത്തെയുള്ള ഭീഷണി. അപ്പോൾ അത് വരാനിരിക്കുന്നതേയുള്ളൂ. പക്ഷേ ഇന്ത്യ ഈ ഭീഷണിയെയും വകവെച്ചില്ല. എന്നാൽ ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയെന്ന് താൻ എവിടെ നിന്നോ കേട്ടുവെന്നാണ്. എവിടെ നിന്ന് കേട്ടുവെന്ന്? ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു ട്രംപ്. ഇന്ത്യ ഇനി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പോകുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അതാണ് ഞാൻ കേട്ടത്. ശരിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ശരിയാണെങ്കിൽ അതൊരു നല്ല നടപടിയാണ്. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാം. റഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിൽ വിള്ളൽ വീണിട്ടില്ലെങ്കിലും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയം, മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽസ് എന്നിവ റഷ്യൻ എണ്ണയ്ക്കായുള്ള പുതിയ ഓർഡറുകൾ നിർത്തിവെച്ചിട്ടുണ്ട്. പോയ വാരം എണ്ണ വാങ്ങിയിട്ടുമില്ല. ഈ പകരച്ചുങ്ക യുദ്ധത്തിൽ മറ്റ് ലോകരാജ്യങ്ങൾ വിരണ്ടോ, തളർന്നോ എന്നതാണ് അടുത്ത ചോദ്യം. അമേരിക്കയുടെ താരിഫ് കളിക്ക് ശ്രദ്ധ കൊടുക്കുന്നില്ലെന്നാണ് ചൈനയുടെ നിലപാട്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 245% വരെ തീരുവയാണ് വൈറ്റ് ഹൗസ് ചുമത്തുക. അമേരിക്കയ്ക്ക് വഴങ്ങില്ലെന്നും തിരിച്ചടിക്കുമെന്നും നേരത്തെ വ്യക്തമാക്കിയ ചൈന ചർച്ചകൾക്ക് പോലുമില്ലെന്ന നിലപാടിലാണ്. ട്രംപിനെ ചൊടിപ്പിക്കുന്നതും ഇത് തന്നെ. ലോകം മാറിയിരിക്കുന്നു, നമുക്കൊരു ചക്രവർത്തിയെ വേണ്ടെന്ന രൂക്ഷ വിമർശനമാണ് ബ്രസീലിയൻ പ്രസിഡന്റ് ലുല ഡി സിൽവ നടത്തിയത്. ആഗോള സമ്പദ് വ്യവസ്ഥയെ സംഘടിപ്പിക്കുന്നതിനുള്ള പുതിയ വഴികൾ തേടുന്ന രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയായ ബ്രിക്സിനെ ഭയപ്പെടുത്താൻ ട്രംപിനാകില്ലെന്നും പറയുന്നു. അതേസമയം സമയപരിധിക്കുള്ളിൽ അമേരിക്കയുമായി കരാറിൽ ഏർപ്പെട്ട രാജ്യങ്ങളുമുണ്ട്. ദക്ഷിണ കൊറിയ, കംബോഡിയ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളാണ് അവ എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യക്ക് പ്രതികാര തീരുവയാണെങ്കിൽ ഇന്ത്യയുടെ ശത്രുവിന് എണ്ണക്കരാറാണ് ട്രംപിന്റെ സമ്മാനം. ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ദിവസം വരുമെന്നുകൂടി ട്രംപ് പറഞ്ഞു കളഞ്ഞു. റഷ്യ ഒറ്റപ്പെടുത്താൻ കൂട്ടുനിൽക്കാത്തതിലുള്ള രോഷം ചെറുതല്ലെന്ന് ചുരുക്കം. പാകിസ്ഥാനുമായി ഒപ്പിട്ടിരിക്കുന്നത് നിർണായക കരാറാണ്. ഇരു രാജ്യങ്ങളും ചേർന്ന് പാകിസ്ഥാന്റെ എണ്ണശേഖരം വർദ്ധിപ്പിക്കുമെന്നാണ് ട്രംപിന്റെ പ്രസ്താവന. ഒരുപക്ഷെ ഭാവിയിൽ എന്നെങ്കിലും ഒരിക്കൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിൽക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ ഇടയുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. US പാകിസ്ഥാൻ ഊർജ പങ്കാളിത്തത്തിന് നേതൃത്വം നൽകാൻ ഒരു എണ്ണ കമ്പനിയെ ഭരണകൂടം നിലവിൽ തെരഞ്ഞെടുക്കുകയാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ട്രംപിന്റെ ഈ നീക്കം ഇന്ത്യക്ക് തിരിച്ചടി തന്നെയാണ്. എന്തെപ്പോൾ എങ്ങനെ ചെയ്യുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത നേതാവാണ്. പാകിസ്ഥാനുമായി പോലും കരാറുണ്ടാക്കിയതിൽ അത്ഭുതപ്പെടാനുമില്ല. വ്യാപാര ഉപരോധത്തിലൂടെ റഷ്യയെ പൂട്ടാൻ നോക്കുന്ന ട്രംപ് ഇപ്പോൾ ഒരു പടി കൂടി കടന്നിരിക്കുകയാണ്. ആണവ അന്തർവാഹിനികൾ റഷ്യൻ മേഖലയിൽ വിന്യസിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു. റഷ്യയുടെ പ്രകോപനത്തിനുള്ള മറുപടി എന്ന് പറയുന്നു ട്രംപ്. അതേസമയം ആണവ അന്തർവാഹിനികൾ എന്ന് ട്രംപ് പറയുമ്പോഴും അത് ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനികളാണോ അതോ ആണവായുധം പേടുന്ന അന്തർവാഹിനികളാണോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഇനി യുദ്ധത്തിന് പോലും തങ്ങൾ തയ്യാറാണെന്ന മുന്നറിയിപ്പാണോ ട്രംപ് നൽകുന്നത്? എന്തായാലും തങ്ങൾ ഇറാൻ അല്ലെന്ന് ഓർക്കണമെന്ന് റഷ്യ മറുപടി നൽകി കഴിഞ്ഞു. ഇനിയെല്ലാം കണ്ടറിയാം. ഒടുവിലൊരു യുദ്ധഭീതി ഒഴിഞ്ഞു. തായ്ലൻഡ് കംബോഡിയ അതിർത്തി ശാന്തമായി. മലേഷ്യയുടെ മധ്യസ്ഥ ചർച്ചയാണ് യുദ്ധ സാഹചര്യങ്ങളിൽ നിന്നും ഇരു രാജ്യങ്ങളെയും പിന്തിരിപ്പിച്ചത്. അതിർത്തിയെ ചൊല്ലിയുള്ള സംഘർഷങ്ങളായിരുന്നു വീണ്ടും ഒരു ഏറ്റുമുട്ടലിലേക്ക് നയിച്ചത്. അഞ്ചു ദിവസം നീണ്ടുനിന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ മലേഷ്യയാണ് മധ്യസ്ഥ ചർച്ചയ്ക്ക് മുൻകൈയെടുത്തത്. ഇരു രാജ്യങ്ങളുടെയും തലവന്മാരുമായി ഫോണിൽ സംസാരിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അവകാശപ്പെട്ടിരുന്നു. മലേഷ്യയിലെ പുത്രജയിൽ നടന്ന മാധ്യമ ചർച്ചയിലാണ് ഇരു രാജ്യങ്ങളുടെയും തലവന്മാർ ധാരണയിലെത്തിയത്. അൻവർ ഇബ്രാഹിമിന്റെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയിൽ കംബോഡിയൻ പ്രധാനമന്ത്രി ഹുൻ മാനിറ്റും തായ്ലൻഡ് ആക്ടിംഗ് പ്രധാനമന്ത്രി ഫുംതാം വെച്ചിയാച്ചിയും മലേഷ്യയിലെ ചൈനീസ് US അംബാസഡർമാരും പങ്കെടുത്തു. പതിറ്റാണ്ടുകളായി അതിർത്തി തർക്കം നിലനിൽക്കുന്ന തായ്ലൻഡും കംബോഡിയയും തമ്മിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സായുധ നയതന്ത്ര സംഘർഷമുണ്ടായത്. തലേദിവസം അതിർത്തിയിലുണ്ടായ കുഴിബോംബ് സ്ഫോടനത്തിൽ 5 തായ് സൈനികർക്ക് പരിക്കേറ്റതാണ് ഏറ്റുമുട്ടലിലേക്ക് നയിച്ചത്. തുടർന്ന് ഇരു രാജ്യങ്ങളും അതിർത്തി ഗ്രാമങ്ങളിലേക്ക് തുടരെ വ്യോമാക്രമണം നടത്തി. തായ്ലൻഡ് കംബോഡിയ അതിർത്തി തർക്കത്തിൽ 36 പേർ കൊല്ലപ്പെട്ടു. മാറ്റിപ്പാർപ്പിച്ചത് ലക്ഷക്കണക്കിന് മനുഷ്യരെ. തർക്കഭൂമിയായി മാറിയത് 817 കിലോമീറ്റർ.
സ്വന്തം രാജ്യത്തെയും തൊട്ടയൽപക്കത്തെയും മനുഷ്യരെയും കൊലയ്ക്ക് കൊടുക്കാൻ മാത്രം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പുകയുന്നത് എന്താണ്? കാലങ്ങളായി അതിർത്തി തർക്കം രൂക്ഷമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ. ഏകദേശം 900 വർഷം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രം. തായ്ലൻഡിനും കംബോഡിയയ്ക്കുമിടയിലുള്ള ഡാങ്റക്ക് മലനിരകളിൽ 512 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കംബോഡിയയുടെ പ്രിയ വിഹാർ പ്രവിശ്യയ്ക്കും തായ്ലൻഡിന്റെ സിസാക്കറ്റ് പ്രവിശ്യയ്ക്കും ഒത്ത നടുക്കുള്ള ഈ ക്ഷേത്ര സമുച്ചയമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. 11ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രം തായ്ലൻഡിന്റെയും കംബോഡിയയുടെയും ചരിത്രവും പാരമ്പര്യവും ഒക്കെ പേറുന്ന പ്രധാന സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. കംബോഡിയ ഫ്രഞ്ച് കോളനിയായിരുന്ന കാലത്ത് നിർമ്മിച്ച ഒരു മാപ്പായിരുന്നു ഈ തർക്കത്തിന് കാരണം. ഈ മാപ്പ് പ്രകാരം കംബോഡിയയ്ക്കാണ് ക്ഷേത്രത്തിന്റെ പൂർണ്ണ അവകാശം. ക്ഷേത്ര സമുച്ചയവും ഇതിരിക്കുന്ന വലിയൊരു ഏരിയയും മാപ്പ് പ്രകാരം കംബോഡിയയുടെ അധികാര പരിധിയിൽ വരും. എന്നാൽ ഈ മാപ്പ് ഔദ്യോഗിക രേഖയായി കണക്കാക്കാനാവില്ല എന്നാണ് തായ്ലൻഡിന്റെ വാദം. മാപ്പ് അപൂർണമാണെന്നും ഇതുവരെ ഔദ്യോഗിക രേഖയായി ഇത് അംഗീകരിക്കപ്പെട്ടിട്ടില്ലെന്നുമാണ് തായ്ലൻഡ് പറയുന്നത്. വാദപ്രതിവാദങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ സംഘർഷങ്ങൾക്കൊക്കെയും ആക്കം കൂട്ടുന്നത് ശരിക്കും കൃത്യമായി രേഖപ്പെടുത്താത്ത അതിർത്തി തന്നെയാണ്. 817 കിലോമീറ്റർ അതിർത്തിയാണ് ഇരു രാജ്യങ്ങളും പങ്കിടുന്നത്. ഇതിനോടകം തന്നെ നിരവധി രേഖകളിൽ രണ്ട് രാജ്യങ്ങളും ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിലും സത്യത്തിൽ അതിർത്തി എവിടെയാണെന്നതിൽ ഇവർ തമ്മിൽ രമ്യതയിലെത്തിയിട്ടില്ല. പ്രത്യേകിച്ചും ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തെ സംബന്ധിച്ച്. ഈ പ്രദേശത്തെ ചൊല്ലി തർക്കങ്ങൾ രൂക്ഷമാകുമ്പോഴൊക്കെ ചർച്ചകളും തകൃതിയായി നടക്കാറുണ്ട്. പക്ഷേ ചർച്ച പരിഹാരം കാണുന്നതിന് മുമ്പ് തന്നെ സ്ഥലത്ത് രണ്ടു കൂട്ടരും സൈനികരെ വിന്യസിക്കും. പിന്നെ സംഘർഷം രൂക്ഷമാവുകയും ചെയ്യും. കംബോഡിയയ്ക്ക് അവരുടെ സമ്പന്നമായ ചരിത്രത്തിന്റെയും ഖിമേർ സംസ്കാരത്തിന്റെയും പ്രതീകമാണ് പ്രിയ വിഹാർ. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. തായ്ലൻഡിനാകട്ടെ ഇത് വെറുമൊരു ഭൂമി തർക്കമല്ല. തീവ്ര ദേശീയ വിഭാഗങ്ങളിൽ ഭൂരിഭാഗവും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സ്ഥലം തായ്ലൻഡിൻ്റെതാണ് എന്ന് കരുതുന്നവരാണ്. ഇത് വിട്ടുകളയുന്നത് തായ് അതിർത്തിയും തായ് ജനതയുടെ ആത്മാഭിമാനവും വിട്ടുകൊടുക്കുന്നതിന് തുല്യമായാണ് ഇവർ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സമാധാനം താൽക്കാലികമാണെന്ന് ചുരുക്കം. ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ ഭക്ഷ്യ പ്രതിസന്ധിയാണ് ഗാസ അനുഭവിക്കുന്നത്. 1/3 ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കുന്നില്ല. മരണസംഖ്യ ക്രമാതീതമായി ഉയർന്നു. മരിച്ചു വീഴുന്നതിൽ കൂടുതലും കുട്ടികൾ. വിശപ്പ് സഹിക്കാതെയുള്ള കുട്ടികളുടെ നിലവിളികൾ ലോകമെങ്ങും മുഴങ്ങുകയാണ്. ഖാൻ യൂനിസിലെ ആശുപത്രികൾ പോഷകാഹാരക്കുറവുള്ള കുട്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. ചിലർ 6 ആഴ്ച മാത്രം പ്രായമുള്ളവർ, വാരിയലുകൾ തള്ളി കരയാൻ പോലും ആരോഗ്യമില്ലാത്ത നവജാത ശിശുക്കൾ, ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്തത് മൂലം മുലപ്പാൽ കൊടുക്കാൻ പോലും കഴിയാത്ത അമ്മമാരും. ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള സഹായ വിതരണ കേന്ദ്രത്തിലും ദുരന്തങ്ങളുടെ ആവർത്തനമാണ് നടക്കുന്നത്. UN നേതൃത്വത്തിലുള്ള സഹായ സംവിധാനങ്ങളെ മറികടന്ന പലസ്തീനികളുടെ കൊലക്കളമായി മാറിയിരിക്കുന്നു ഖാസ. സഹായ ട്രക്കുകളിലേക്ക് ഓടിക്കയറുന്ന ജനക്കൂട്ടത്തെ വെടിവെച്ചിട്ടും അവർക്ക് നേരെ കുരുമുളക് സ്പ്രേ പ്രയോഗിച്ചുമുള്ള ക്രൂരതകൾ ഒരു വശത്ത് തുടരുകയാണ്. പരിമിതമായ തോതിലുള്ള ഭക്ഷണം പോലും ലഭിക്കാതെ ഗാസയിൽ ആയിരങ്ങൾ മരണം കാത്തു കഴിയുകയാണ്. പട്ടിണി പിടിമുറുക്കിയ ഗാസയിൽ നിന്നുള്ള ഹൃദയഭേദക ചിത്രങ്ങൾ ലോകത്തിന്റെ നോവായി മാറുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ ഒരേ സമയം വിശന്നിരിക്കുന്ന സ്ഥലം എന്നാണ് ഗാസയെ UN വിശേഷിപ്പിച്ചത്. ഇസ്രായേലിന്റെ മാനുഷിക സഹായ നിയന്ത്രണങ്ങൾ മൂലം 2025 ജൂലൈ വരെ ഗാസയിലെ 21 ലക്ഷം ആളുകൾ കടുത്ത പട്ടിണിയിലാണെന്നാണ് റിപ്പോർട്ട്. യൂറോപ്യൻ രാജ്യങ്ങളും മറ്റും ശക്തമായ ഇടപെടൽ നടത്തിയതോടെ ഉപരോധത്തിൽ നേരിയ മാറ്റം വരുത്താൻ ഇസ്രായേൽ തയ്യാറായിട്ടുണ്ട്. മാത്രമല്ല, അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ച 10 മണിക്കൂർ താൽക്കാലിക വെടിനിർത്തൽ അല്പാശ്വാസം നൽകുന്നുണ്ട്. അൽ മഹാസി, ദൈറുൽ ബലാഹ്, ഗാസ സിറ്റി എന്നീ 3 പ്രധാന കേന്ദ്രങ്ങളിൽ നടപ്പിലാക്കുന്ന വെടിനിർത്തലിനിടെ UAE, ജോർദാൻ, ഈജിപ്ത് രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ സഹായങ്ങൾ
വ്യോമമാർഗം എത്തിച്ചു വരികയാണ്. ഗാസയ്ക്കായി പ്രതീക്ഷയുടെ ഒരു കുപ്പി എന്ന പേരിൽ ഈജിപ്ഷ്യൻ ജനത ഭക്ഷ്യനാണ്യങ്ങൾ കടലിലേക്ക് ഒഴുക്കുന്നതും ലോകം കണ്ടു. ഇസ്രായേൽ ഉപരോധത്തിൽ ഗാസ രൂക്ഷമായ ഭക്ഷ്യക്ഷാമം നേരിടുന്ന സാഹചര്യത്തിലാണ് കടലിൽ നിന്ന് കടലിലേക്ക് പ്രചാരണം ആരംഭിച്ചത്. കൊടും പട്ടിണിയിലായ ഗാസയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് അരിയും ധാന്യങ്ങളും പയറും മറ്റും ഉണക്കിയ ഭക്ഷ്യവസ്തുക്കളുമൊക്കെ കുപ്പികളിൽ നിറച്ച് മെഡിറ്ററേനിയൻ കടലിലേക്ക് ഈജിപ്തുകാർ ഒഴുക്കുന്നത്. ഈ കുപ്പികൾ ഗാസയിലേക്ക് എത്തുമോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ ആളുകൾ വിശന്ന് മരിക്കുന്നത് നോക്കി നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. 20 ലക്ഷം ആളുകളുടെ വിശപ്പ് മാറ്റാൻ ഇതുകൊണ്ട് സാധിക്കുമോ? ഇങ്ങനെ പല ചോദ്യങ്ങളും ഉയർന്നേക്കും. ഈ കുപ്പികൾ ചിലപ്പോൾ അവിടെ എത്തില്ലായിരിക്കും. പക്ഷേ ഇതുവഴി നൽകുന്ന സന്ദേശം ഗാസയിലും ലോകമെങ്ങും എത്തും എന്നതാണ് ഉത്തരം. ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം. നിങ്ങളുടെ വേദന ഞങ്ങൾ അറിയുന്നു. ചിലപ്പോൾ ഇത്തരം ചെറിയ പ്രവർത്തികൾ ക്രൂരമായ ഉപരോധം തകർക്കാൻ സഹായിച്ചേക്കാം. ഈജിപ്ഷ്യൻ ജനത ഒറ്റക്കെട്ടായി പറയുന്നു. പിന്നാലെ മെഡിറ്ററേനിയൻ അതിർത്തി പങ്കിടുന്ന ലിബിയ, ടുണീഷ്യ, അൾജീരിയ, മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങളിലെ ജനങ്ങളും ക്യാമ്പയിന്റെ ഭാഗമായി. അതേസമയം ഒരു ഭാഗത്ത് പ്രതീക്ഷകൾ ഉയർത്തുമ്പോൾ ഇസ്രായേലിനെതിരെയുള്ള കുപ്പി പ്രതിരോധം കടലിനെ മലിനമാക്കുമെന്ന വിമർശനവും മറുവശത്ത് ഉയരുന്നുണ്ട്. പട്ടിണിയുടെ വക്കിൽ 20 ലക്ഷത്തോളം ആളുകൾ നരകിക്കുന്നത് നോക്കി നിൽക്കുന്നതിന് ലോകത്തിന് പറയാൻ ന്യായീകരണങ്ങളൊന്നുമില്ല. ആരാണ് കൂടുതൽ കുറ്റം ചെയ്തതെന്ന് കുറ്റപ്പെടുത്തിയിരിക്കാനോ ഭക്ഷണ ട്രക്കുകൾ ആരാണ് പിടിച്ചെടുത്തത് എന്നതിനെക്കുറിച്ച് വാദിക്കാനോ സമയമില്ല. വിശക്കുന്ന മനുഷ്യന് ഇന്ന് ഭക്ഷണം ആവശ്യമാണ്, നാളെയല്ല. അതിനു വേണ്ടിയുള്ള പരിഹാരമാണ് വേണ്ടത്. ഒരു രാജ്യത്തിന്റെ ഒറ്റപ്പെട്ട പ്രദേശത്തുണ്ടായ ഒരു വൻ ഭൂകമ്പം എങ്ങനെയാണ് ജപ്പാൻ, US അടക്കമുള്ള രാജ്യങ്ങളെയെല്ലാം ഭീതിയിലാഴ്ത്തിയത്? ദൂരദേശങ്ങളിൽ പോലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതിന്റെ കാരണം എന്താണ്? റഷ്യയുടെ കിഴക്കൻ പ്രദേശത്തുണ്ടായ ഒരു വൻ ഭൂകമ്പം. അതിന്റെ പ്രതിധ്വനികൾ ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം മറ്റു രാജ്യങ്ങളിൽ വരെ അലയടിച്ചു. റഷ്യയുടെ കിഴക്ക് ഭാഗത്ത് 1250 കിലോമീറ്ററിലായി പരന്നുകിടക്കുന്ന ഒരു ഉപദ്വീപ സമൂഹമാണ് കംചട്ക പെനിൻസുല. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം റിക്ടർ സ്കെയിലിൽ 8.8 തീവ്രത രേഖപ്പെടുത്തിയ വൻ ഭൂചലനമുണ്ടായത്. 1952 ശേഷം കംചട്കയിൽ അനുഭവപ്പെട്ട ഏറ്റവും ശക്തമായ ഭൂകമ്പം. ഭൂമിയിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് 6ാമത്തെ വലിയ ഭൂകമ്പമായിരുന്നു അത്. ജപ്പാനിൽ 2011 സുനാമിക്ക് വഴിവെച്ച ഭൂചലനമാണ് ഭൂമിയിൽ ഇന്നേ വരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും വലുത്. ആ ഭൂചലനത്തിൽ നിന്ന് നേരിയ മാത്ര വ്യത്യാസത്തിലായിരുന്നു ഈ ഭൂചലനം. US ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് പ്രകാരം 19.3 കിലോമീറ്റർ ആഴത്തിലുണ്ടായ ഈ ഭൂചലനം പെട്രോപാവ്ലോവ്സ്ക കാംചാട്സ്കി പ്രദേശത്ത് 119 കിലോമീറ്റർ ആകെ ദുരിതം വിതച്ചു. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമായ കംചട്ക അഗ്നിപർവ്വതങ്ങളുടെ ബെൽറ്റ് എന്നറിയപ്പെടുന്ന റിംഗ് ഓഫ് ഫയറിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ്. ഭൂമിയിലുള്ള അഗ്നിപർവ്വതങ്ങളിൽ 75% ഇവിടെയായതിനാൽ ഭൂചലനങ്ങളിൽ 90% ഈ പ്രദേശത്ത് നിന്നാകും ഉണ്ടാവുക. തെക്കൻ ചിലിയിൽ തുടങ്ങി അലാസ്കൻ ദ്വീപുകൾ വഴി US വെസ്റ്റ് കോസ്റ്റ് വരെ പരന്നു കിടക്കുന്ന ബെൽറ്റാണ് പസഫിക് റിംഗ് ഓഫ് ഫയർ.
ജപ്പാൻ, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളും ഈ ബെൽറ്റിൽ ഉൾപ്പെടും. ടെക്ടോണിക് പ്ലേറ്റുകളിൽ കാലങ്ങൾ കൊണ്ടുണ്ടായ സ്ഥാനചലനങ്ങളാണ് റിംഗ് ഓഫ് ഫയർ രൂപപ്പെടാനുണ്ടായ കാരണം. ഇത്രയും രാജ്യങ്ങളിൽ ആശങ്ക പടർത്തിയ ഭൂകമ്പത്തിൽ റഷ്യയിൽ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായതായാണ് റിപ്പോർട്ട്. കംചട്കയിൽ ചിലയിടത്ത് 15 മീറ്റർ വരെ തിരമാല ഉയർന്നു. യുഎസിന്റെ വെസ്റ്റ് കോസ്റ്റ്, കൊളംബിയ, ഇക്വഡോർ എന്നീ രാജ്യങ്ങളിലും സമാന സാഹചര്യം ഉണ്ടായി. കംചട്കയിലുണ്ടായ ഭൂകമ്പത്തിന് പിന്നാലെ റഷ്യ സുനാമി മുന്നറിയിപ്പും നൽകിയിരുന്നു. പ്രതീക്ഷിച്ച പോലെ ഭീകരമായി സുനാമി തിരകൾ ആഞ്ഞടിച്ചു. വടക്കൻ ജപ്പാനിലെ ഹൊക്കൈഡോ മേഖലയിലും സുനാമി തിരകൾ എത്തിയതോടെ ഫുകുഷിമ ആണവ നിലയത്തിലെ ജീവനക്കാരെ ഒഴിപ്പിച്ചു. 2011 സുനാമിയിൽ അപ്പാടെ തകർന്ന ആണവ കേന്ദ്രമാണിത്. കാര്യമായ നാശനഷ്ടം രേഖപ്പെടുത്തിയില്ലെങ്കിലും സുരക്ഷ മുൻനിർത്തി 20 ലക്ഷം ആളുകളെ ജപ്പാനിൽ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ജപ്പാനെ കൂടാതെ റഷ്യൻ സുനാമിയിൽ മുന്നറിയിപ്പ് നൽകിയ മറ്റൊരു തീരമായിരുന്നു യുഎസിന്റെ വെസ്റ്റ് കോസ്റ്റ്. ഇവിടെ തീരപ്രദേശങ്ങളിലെല്ലാം ഒഴിപ്പിക്കൽ നടപടികളും സുരക്ഷാ ക്രമീകരണങ്ങളും ഉണ്ടായി. ഇവിടെയൊക്കെ നിലവിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പിൻവലിച്ചെങ്കിലും സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ ഇപ്പോഴും അലർട്ടുകൾ നിലവിലുണ്ട്. ഇതിൽ ചിലി ഏറ്റവും ഉയർന്ന ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. തീരമേഖലയിലെ ആളുകളെ മുഴുവൻ ഒഴിപ്പിച്ചു. കൊളംബിയയിലും ഇക്വഡോറിലും സമാന സാഹചര്യമാണ്. തീവ്ര ഭൂചലനത്തിന് പിന്നാലെ ഹ്യൂചെവ്സ്കോയ് അഗ്നിപർവ്വതത്തിൽ പൊട്ടിത്തെറി തുടങ്ങിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. അഗ്നിപർവ്വതം സമുദ്രനിരപ്പിൽ നിന്ന് 3 കിലോമീറ്റർ ഉയരത്തിൽ വരെ ചാരം പുറപ്പെടുവിച്ചുവെന്നാണ് വിവരം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4850 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹ്യൂചെവ്സ്കോയ് ലോകത്തിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണ്. അന്താരാഷ്ട്ര വിമാനപാതകൾ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുന്നുണ്ടെങ്കിലും സമീപത്തുള്ള വിമാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപകടം പതിയിരിക്കുന്ന റിംഗ് ഓഫ് ഫയർ. സദാസമയവും ടെക്ടോണിക് പ്ലേറ്റുകൾ ചലിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഭൂചലനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ ഏത് രാജ്യത്ത് ഭൂകമ്പം ഉണ്ടായാലും മറ്റ് രാജ്യങ്ങളിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ പ്രതീക്ഷിക്കും. കാലം എത്ര കടന്നു പോയാലും ചില കാര്യങ്ങൾക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല. വർഷങ്ങൾക്ക് മുൻപേ ബോളിവുഡ് സിനിമകളാണ് സ്വിറ്റ്സർലൻഡിന്റെ മനോഹാരിതയും സ്വിസ് ബാങ്കിന്റെ സാധ്യതകളെയും ഇന്ത്യക്കാരെ പരിചയപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റാകില്ല. വ്യവസായികളും കോടീശ്വരന്മാരുമായ ഇന്ത്യക്കാർ ഇപ്പോഴും സ്വിസ് ബാങ്കിനെ തന്നെയാണ് പണം മുഴുവൻ ഏൽപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം മാത്രം ഇന്ത്യയിൽ നിന്ന് സ്വിസ് ബാങ്കിലെത്തിയ കണക്കുകൾ കേട്ടാൽ ഞെട്ടും. സ്വിസ് നാഷണൽ ബാങ്കിന്റെ കണക്കനുസരിച്ച് 2024 മാത്രം ഇന്ത്യക്കാർ 3.5 ബില്യൺ സ്വിസ് ഫ്രാങ്ക്, അതായത് ഏകദേശം 37,600 കോടി രൂപയാണ് നിക്ഷേപിച്ചത്. 2021 ശേഷമുണ്ടാകുന്ന ഏറ്റവും വലിയ നിക്ഷേപമാണിത്. അന്ന് നിക്ഷേപിച്ചതാകട്ടെ 404,84,97,670 രൂപ. 14 വർഷത്തിലെ ഏറ്റവും വലിയ നിക്ഷേപമായിരുന്നു ഇത്. മറ്റ് ബാങ്കുകളിൽ നിന്നുള്ള നിക്ഷേപങ്ങളും വ്യക്തിഗത നിക്ഷേപങ്ങളും ബോണ്ടുകളും സെക്യൂരിറ്റികളും അടങ്ങുന്നതാണ് ഈ കണക്ക്. 2023 ഇന്ത്യൻ നിക്ഷേപം അല്പം കുറഞ്ഞതിന് ശേഷമാണ് ഈ കുതിച്ചുചാട്ടം. എന്നിരുന്നാൽ പോലും 2006 നിക്ഷേപത്തിന് സമമാകില്ല ഇതൊന്നും. 6.5 ബില്യൺ സ്വിസ് ഫ്രാങ്കായിരുന്നു നിക്ഷേപം, ഏകദേശം 68,000 കോടിയിലധികം. സ്വിസ് ബാങ്ക് തന്നെ പുറത്തുവിടുന്ന ഔദ്യോഗിക റിപ്പോർട്ട് അനുസരിച്ചുള്ള കണക്കാണിത്. എന്നാൽ കള്ളപ്പണത്തിന്റെ കണക്കുകൾ ഇതിൽ ഉൾപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം. സ്വിസ് ബാങ്കുകളിലെ ഇന്ത്യക്കാരുടെ കള്ളപ്പണ നിക്ഷേപത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ രാജ്യം എത്രയോ കാലമായി ചർച്ചയാക്കുന്നതാണ്. ഈ പണം തിരികെ രാജ്യത്ത് കൊണ്ടുവരുമെന്ന് പ്രതിജ്ഞയെടുത്ത രാഷ്ട്രീയ പാർട്ടികളെയും നമുക്കറിയാം. എന്തുകൊണ്ടായിരിക്കും സ്വിസ് ബാങ്ക് അക്കൗണ്ടുകളോട് ഇന്ത്യക്കാർക്ക് ഇത്രയും ഭ്രമം? നിരവധി കാരണങ്ങളുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, പ്രധാനമായും സ്വിറ്റ്സർലൻഡ് ഒരു നിഷ്പക്ഷ നിലപാടുള്ള രാജ്യമെന്ന് അവർ തന്നെ പ്രഖ്യാപിക്കുന്നതുകൊണ്ട്. മറ്റൊന്ന്, രാജ്യം നൽകുന്ന സുരക്ഷയും നികുതി ഇളവുമാണ്.
രാജ്യത്തെ നിയമ സംവിധാനം അത്രത്തോളം ശക്തമാണ്. സ്വിറ്റ്സർലൻഡ് ഫ്രാങ്ക്സ് ആകട്ടെ വിപണി മൂല്യത്തിൽ ഒരിക്കലും പിന്നോട്ടു പോകുന്നതുമല്ല. സ്വിസ് അധികൃതർ ഒരിക്കലും ഇന്ത്യൻ നിക്ഷേപത്തെ കള്ളപ്പണമായി കണക്കാക്കുകയുമില്ല. 2018 ഇന്ത്യയും സ്വിറ്റ്സർലൻഡും തമ്മിൽ ഒപ്പുവെച്ച ഓട്ടോമാറ്റിക് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ കരാർ പ്രകാരം 2019 മുതൽ എല്ലാ വർഷവും സ്വിസ് ബാങ്ക് നിക്ഷേപങ്ങളുടെ കണക്ക് വിവരങ്ങൾ കൈമാറുന്നുണ്ട്. ഇന്ത്യക്ക് മാത്രമല്ല, UK-ക്കും US-നും ജർമ്മനിക്കും തുടങ്ങി ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങൾക്കും സ്വിസ് ബാങ്കിൽ നിക്ഷേപമുണ്ട്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന തന്റെ പ്രഖ്യാപിത നയം നടപ്പാക്കാനുള്ള ദൗത്യത്തിന് പിന്നാലെ അന്തമില്ലാതെ ഓടുകയാണ് ട്രംപ്. അമേരിക്കയെ ആഗോള സമ്പദ്ശക്തിയാക്കാൻ പ്രതികാര ചുങ്കം, റഷ്യയെ പൂട്ടാൻ മറ്റ് ലോക രാജ്യങ്ങൾക്ക് മേൽ പോലും ഉപരോധം, എന്നിട്ട് ഇടയ്ക്കിടെ താൻ സമാധാനമോഹിയാണെന്ന് പ്രഖ്യാപിക്കും. രാജ്യങ്ങൾക്കിടയിലെ സംഘർഷത്തിൽ ഇടപെടും, മധ്യസ്ഥത ഫലം കണ്ടാലും ഇല്ലെങ്കിലും താനാണ് യുദ്ധം അവസാനിപ്പിച്ചതെന്ന് പ്രഖ്യാപിക്കും. അങ്ങനെ ട്രംപിനാൽ നിറഞ്ഞതാകും പലപ്പോഴും ലോകവിശേഷങ്ങൾ. സമാധാന നൊബേൽ കിട്ടും വരെ തുടരുമായിരിക്കും ഈ പോരാട്ടം. കാത്തിരിക്കും.